നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിൻ ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് നമ്മൾ തുടങ്ങുന്ന പേപ്പർ BHIC 134 യൂണിറ്റ് 11. നമസ്കാരം, രാജലക്ഷ്മി പിള്ളൈ ഫ്രം കൊച്ചിൻ. ഇതായത് ഇന്ന് ഈ യൂണിറ്റ് വളരെ വലുതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. കാരണം ഇതിൽ ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാമെന്ന വിധത്തിലുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത്. ഇതിൽ നമ്മളുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അത്രത്തോളം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ പറ്റിയും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്സിനെ പറ്റിയും എന്തുകൊണ്ടാണ് ഈ മൊബിലൈസേഷൻ, ആൾക്കാരെ കൂട്ടമായിട്ടുള്ള ഒപ്പോസിഷൻ കൊണ്ടുവരാൻ ഗാന്ധിജിക്ക് പറ്റി, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പരാമർശിക്കുക. സ്റ്റുഡൻസ് ഈ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇതിൽ നിന്ന് ലോങ് ആൻസേഴ്സും ആൻസർ ചെയ്യാൻ പറ്റും, വെരി ഷോർട്ട് ആൻസേഴ്സ് ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീഡിയം സൈസിൽ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം ഈ ടോപ്പിക്ക് അത്രത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ യൂണിറ്റ് 11 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അതനുസരിച്ചിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ തന്നിട്ടുള്ളത് വളരെ എന്തുകൊണ്ടാണ് ഈ കർഷകർക്കോ അല്ലെങ്കിൽ യൂത്ത്, യങ് ജനറേഷൻ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ, സ്ത്രീകൾ ഒക്കെ ഈ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൽ അവർ എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എന്തുകൊണ്ട് അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയി, പിന്നെ ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ അതിനെ ഓരോ സമയം അനുസരിച്ച് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പോക്കനുസരിച്ച് അതിൻ്റെ ടെക്നിക്സ് മാറിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഇതിനെപ്പറ്റി പരാമർശിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഗാന്ധിജി വന്നിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ശേഷം ഗോഖലെ പറഞ്ഞു ഇവിടെ നമ്മളുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു 1915 നമ്മുടെ അഹമ്മദാബാദിലെ ഗാന്ധിജി ഒരു ആശ്രമം സെറ്റപ്പ് ആക്കി. അതാണ് ഗാന്ധിജി താമസിച്ചിരുന്ന സബർമതി ആശ്രമം. ആ സബർമതി ആശ്രമത്തിൽ കൂടെ കുറച്ച് അസോസിയേറ്റ്സിനെയും കൊണ്ട് പുള്ളി അവിടെ ട്രെയിൻ ചെയ്യാണ്. കാരണം മനസ്സിൽ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ ധൈര്യം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സത്യാഗ്രഹി ആകാനും പറ്റുള്ളൂ. ഇതാണ് ഗാന്ധിജി പറയുന്നത്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജി ഉൾക്കൊള്ളുക മാത്രമല്ല, അടുത്ത കുറെ ആൾക്കാരെ, യങ്സ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്തും എടുക്കുന്നുണ്ട്. മനോധൈര്യം വേണം, ക്ഷമ വേണം, അങ്ങനത്തെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വന്നാൽ കൂടെയും ഇതിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനിയായിട്ട് മാറാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഗാന്ധിജി പറഞ്ഞിരുന്ന ടൂൾസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ട്രൂത്ത് ഫോഴ്സ് എന്നാണ്. കാരണം സത്യം ഒരു സത്യത്തിനെ നമ്മളുടെ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാം. ഇതില് ഒരു വ്യത്യാസമുണ്ട്. സത്യാഗ്രഹ റെസിസ്റ്റൻസ് ആണ്. എന്തൊക്കെ നമ്മൾ വന്നാലും പാസീവായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ സത്യാഗ്രഹത്തിനെ നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളായിട്ട് മാറ്റി ഗാന്ധിജി. കാരണം ഇവിടെ നമ്മൾ വയലൻസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അവരുടെ തെറ്റിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വെപ്പൺസ് ഒക്കെ വളരെ ഒരു ആയുധം എടുക്കാണ്ട്, നോൺ വയലൻസും സത്യാഗ്രഹം, ഇതൊക്കെ കൂടിയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം സേനാനിയായി നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ കൺട്രിയാണ് ഈ നോൺ വയലൻസ് കൂടെയും സത്യാഗ്രഹത്തിൽ കൂടെയും സ്വാതന്ത്ര്യം നേടിയ കൺട്രി. അതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യക്ക് ലെവലിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഇന്ത്യൻ ഫിലോസഫി അതിൽ പറയുന്നത് മുഴുവനും ചെയ്യുന്ന കർമ്മമാണ്, അല്ലാണ്ട് വർത്താനം പറയുന്ന മാതിരിയല്ല. അപ്പൊ നല്ല കർമ്മം ചെയ്ത് നല്ല വിധത്തിൽ കൊണ്ടുവരിക. ഇവിടെ നോൺ വയലൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിന്റെ വയലൻസ് വേണ്ട, അല്ലെങ്കിൽ അവരോട് എതിർക്കുമ്പോൾ വയലൻസ് ഉപയോഗിച്ചിട്ടുള്ള എതിർക്കാൻ പാടില്ല. ഇതാണ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ടൂൾ എന്ന് പറയാം.
അപ്പോൾ ഗാന്ധിജി നോൺ വയലന്റ് സത്യാഗ്രഹ പ്രാക്ടീസ് ചെയ്യാൻ മനസ്സിൽ ധൈര്യം വേണം. കാരണം സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേരെ തന്നെ കണ്ടാത്തറിയും, ചെറിയ ക്ലാസ്സുകളിൽ 4ാം ക്ലാസ്സിലോ 1ലോ അല്ലെ ഒരു തള്ള ഒരു പുഷ് തന്നെ അടുത്തപടി പിള്ളേർ തമ്മിൽ അടിപിടിയായി, ചുറ്റി കടന്ന് അടിപിടി, കഴുത്തിലടിക്കും, കയ്യിലടിക്കും, കടിക്കും. അപ്പോ തൻ്റെ മേത്ത് ഒരു ആയുധം വീഴുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഒരാൾ ഉപദ്രവിക്കുമ്പോൾ അവിടെ ആ വയലൻസ് തിരിച്ചു കൊടുക്കാണ്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യുക. അത് ഭയങ്കരമായ വിൽ പവർ വേണം, മെന്റൽ വിൽ പവർ വേണം, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ കൂടെ വേണം. അപ്പോൾ ഈ സത്യാഗ്രഹ എന്നുള്ളതില് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ടെക്നിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് ചെയ്യുക, ആഹാരം കഴിക്കാണ്ട് ഫാസ്റ്റ് ചെയ്യുക, ഊണ് കഴിക്കാണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങില് സത്യാഗ്രഹത്തിൽ ഫാസ്റ്റിംഗ് കൊടുക്കുക. നോൺ വയലന്റ് പിക്കറ്റിംഗ് ചെയ്യുക, പക്ഷെ അവിടെ വയലൻസ് പാടില്ല. പോയി അവിടെ ബ്ലോക്ക് ചെയ്യുക, റോഡ് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിക്കാണ്ട് പിക്കറ്റിംഗ് ചെയ്യുക. പിന്നെ അടുത്ത മെത്തേഡായിട്ട് വന്നിട്ടുള്ളത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ വന്നിട്ടുള്ള 10,000 20,000 25,000 ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ 25 ലക്ഷമോ 2 കോടിയോ ആൾക്കാരെ ഒപ്പം ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുന്നില്ല, നിങ്ങളുടെ കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള നോൺ വയലൻസ് കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ ജയിക്കുള്ളൂ. കാരണം അവരുടെ നമ്പർ കുറവാണ്. പിന്നെ ഈ ഒരു മെജോറിറ്റി ആൾക്കാർ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരുടെ 25,000 30,000 ആൾക്കാരെ കൊണ്ട് നടക്കില്ല. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്സ് പൊളിറ്റിക്സില് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. സിവിലായ കാര്യങ്ങളിൽ അവർ പറഞ്ഞത് അനുസരിക്കാണ്ടിരിക്കുക, ഡിസൊബേ ചെയ്യുക. അങ്ങനെയും വരുമ്പോൾ ഡിസൊബീഡിയൻസ് നടത്തുമ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. ഈ പണിഷ്മെന്റിനെ ചിരിച്ചുകൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനോധൈര്യം കെട്ടിപ്പടുത്തുണ്ടാക്കണം. അതിലൊക്കെയാണ് സത്യാഗ്രഹിന്റെ മനസ്സിന്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ മനസ്സിന്റെ ധൈര്യം, ആ ആരോഗ്യം. അങ്ങനെ തിരിച്ച് ഓരോ നമ്മൾ ഇവരുടെ വാർ ടൈമില്, ഇവർ പ്രൊട്ടസ്റ്റിംഗ് ടൈമില് അല്ലെങ്കിൽ പിക്കറ്റിംഗ് ടൈമില് കാണാം, ഈ സത്യാഗ്രഹികളെ ബ്രിട്ടീഷുകാരുടെ ആർമിക്കാരെ അടിച്ചടിച്ച് വീഴ്ത്തുമ്പോൾ പിന്നാലെയുള്ള ലെവല് അടുത്തവർ മുന്നിലേക്ക് കയറി വന്ന് അടിമേടിക്കുകയാണ്. അപ്പൊ ആ മനോധൈര്യത്തിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഗാന്ധിജി ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള സത്യാഗ്രഹം അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഉദ്ദേശ ശുദ്ധിയോടുകൂടി നമ്മൾക്ക് കെട്ടാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് റിലീജിയസ് ഐഡിയംസ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ എല്ലാ റിലീജിയനിലും, ഏത് റിലീജിയൻ ആയാലും, ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും, സത്യത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് എല്ലാ റിലീജിയനും പറയുന്നത് നന്മയും നല്ല ഗുണവും സ്നേഹം ആണ്. സ്നേഹമാണ് അഖിലം എന്ന് പറയാം. അപ്പൊ ഇവിടെ സ്നേഹമായിട്ട് പെരുമാറുക, സ്നേഹത്തിൽ അടിമപ്പെടാത്ത ആരുമില്ല. ഇതിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ സത്യമായിട്ട് പോവുക, സത്യമേ ജയതേ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സത്യം മാത്രമേ ജയിക്കുള്ളൂ. എത്രയൊക്കെ അസത്യം കൊണ്ടുവന്നാലും സത്യം മാത്രമേ ജയിക്കുള്ളൂ. അവസാന സമയത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സത്യം മാത്രമേ അവസാനമായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മള് ഹിന്ദുയിസത്തില് രാമന്റെ രാജ്യം, അല്ലെങ്കിൽ രാമന്റെ കാലഘട്ടം, രാമൻ രാജാവായിട്ട് ഇരിക്കുന്ന കാലഘട്ടം രാമരാജ്യ. ഇതില് ഈ സത്യത്തിന് വേണ്ടിയിട്ട് അച്ഛന്റെ പ്രശ്നത്തിലായാലും ശരി, രാമൻ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു രാജാവാണ്. അതായത് അങ്ങേരെയാണ് നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള രാജാവായിട്ട് കണക്കാക്കേണ്ടത്, രാമന്റെ പോളിസികള്. അപ്പോൾ ആ രാമരാജ്യം എന്നുള്ള ഒരു സ്ഥലം, ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ നാഷണൽ മൂവ്മെന്റിലെ ഗാന്ധിജി ഉപയോഗിച്ചത്. കാരണം അത്രത്തോളം കറക്റ്റായ പുരുഷൻ, നല്ല മകൻ, നല്ല ഭർത്താവ്, നല്ല രാജ്യം ഭരിക്കുന്ന ബ്രദറ്, നല്ല ഒരു രാജാവ്, ഈ കോൺസെപ്റ്റിനെ ഒന്ന് കൊണ്ടുവന്നത് രാമരാജ്യത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നാഷണൽ മൂവ്മെന്റില് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഗാന്ധിജി ഉപയോഗിച്ചിട്ടുള്ള ഒരു ടേം ആണ് രാംരാജ്യ. ഇനി ഹിന്ദുയിസത്തിൽ എന്തൊക്കെയാ പറയുന്നത്? ഹിന്ദുയിസത്തിൽ നമ്മൾ സ്വരാജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്തിന്റെ സ്വന്തം രാജ്യത്തിൽ ഉള്ളതെന്നാണ് അർത്ഥം.
അപ്പൊ സ്വരാജില് ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ് നമ്മുടെ ശത്രു? ബ്രിട്ടീഷിന്റെ പോളിസികളാണ് നമ്മുടെ ശത്രു, അല്ലാണ്ട് മനുഷ്യനല്ല. അതായത് ഒരു ബ്രിട്ടീഷ് ആർമി സോൾജറോ അല്ലെങ്കിൽ കമാൻഡറോ അല്ല. അവര് ഉപയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങൾ, രാജ്യത്തെ പിടിച്ചടക്കാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ, അവർ ഉപയോഗിച്ച മെത്തേഡ്സ്, ടെക്നിക്സ്, ഇതൊക്കെയാണ് ഗാന്ധിജി പറയുന്നത് അവരുടെ തെറ്റ്, അല്ലെങ്കിൽ അതുങ്ങളെയാണ് നമ്മൾ എനിമിയായിട്ട് കാണേണ്ടത്, അല്ലാണ്ട് ആൾക്കാരെ അല്ല. പിന്നെ സിവിലൈസേഷൻ നോക്കുമ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. ഇന്ത്യൻ സിവിലൈസേഷനും ബ്രിട്ടീഷ് സിവിലൈസേഷനും എല്ലാത്തിലും ഒരു അമ്മയുടെ ഫീലിങ്സ് എപ്പോഴും ഒരേ മാതിരി ഇരിക്കും. അത് അമേരിക്കൻ അമ്മയായാലും കൊള്ളാം, ബ്രിട്ടീഷ് അമ്മയായാലും കൊള്ളാം, പാലക്കാട്ടിലുള്ള അമ്മയായാലും കൊള്ളാം. എല്ലാവരുടെയും ഫീലിങ്സ് മദർലി ഫീലിങ്സ്. അപ്പോൾ അതേമാതിരി കുട്ടികൾക്കും അതേമാതിരി തന്നെയായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടിനെ നമ്മുടെ അമ്മയായിട്ട് കണക്കാക്കുക. അപ്പോൾ ആ അമ്മേനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് മക്കളായ നമ്മളുടെ ചുമതല. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുവന്നു. ഇംഗ്ലീഷുകാർ വന്ന ശേഷം ഇന്ത്യൻസ് വെസ്റ്റേൺ സ്റ്റൈലും പഠിച്ചു. അതേസമയം പ്രത്യേകമായിട്ട് അത് നോക്കാൻ പറ്റുന്നത് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇവരൊക്കെയാണ് ഈ ഇതിലെ കൾച്ചറിൽ, നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിനെ, വളരെ ഹെറിറ്റേജിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ഇന്ത്യയുടെ സ്വരാജ്യം, സ്വന്തം നാട്, അതാണ് സ്വരാജ് എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ. ഇനി സ്വരാജിന്റെ ഐഡിയ എന്താന്ന് വെച്ചാല് ഒരു സെൽഫ് റൂൾ. നമുക്ക് നമ്മളുടേതായ വീട്ടിൽ, ഇപ്പോൾ നമ്മളുടെ കുടുംബത്ത് അമ്മ വിചാരിക്കും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് അതിന്റെ ആ കുടുംബത്തിലേക്ക് വേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ വിധത്തിൽ മക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന അവരാണ്. സ്വരാജ്യം എന്ന് വെച്ചാൽ സ്വന്തം അഭിപ്രായം, സ്വന്തം ന്യായം, സ്വന്തം റൂള് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കണം. അല്ലാണ്ട് നമ്മളുടെ ട്രഡീഷനോ നമ്മളുടെ ഹെറിറ്റേജോ നശിപ്പിച്ചുകൊണ്ടിട്ടല്ല ഒരു രാജ്യം ഭരിക്കേണ്ടത്. മോഡേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മേനെ വെട്ടിക്കൊല്ലുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ആ ഐഡിയനെ മനസ്സിലാക്കി ദൃഢമാക്കി കൊടുത്താൽ മാത്രമേ അടുത്ത തലമുറയ്ക്കും നല്ല വിധത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത തലമുറയും ആരുടെയും അടിമയായിട്ട് ജീവിക്കാൻ പറ്റും. ഇവിടെ ഗാന്ധിജി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് കുട്ടികളുടെ മനസ്സിലോ ആൾക്കാരുടെ മനസ്സിലോ അല്ലെങ്കിൽ ആ ജനസമൂഹത്തിലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ അടിവരയിട്ട് ഞാൻ പറയാണ്, അത് അവിടെ ഉറപ്പിച്ചു കൊടുക്കണം. ഏതാണെന്ന് വെച്ചാല് ഖാദി ഉപയോഗിക്കുക. ഖാദി, നമ്മളുടെ ഖാദി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ നെയ്ത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തുണി എടുത്തിട്ട് നമ്മൾ അതിനെ ഖാദി ഉണ്ടാക്കുന്നു. അപ്പൊ ഖാദിയിൽ മുഴി ഇപ്പൊ ഇത് തന്നെ ഖാദിന്റെ ക്ലോത്ത് ആണ്, ഖാദി കോട്ടൺ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിന്റെ അന്തരാർത്ഥം എന്ന് വെച്ചാല്, ഈ കോട്ടൺസ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ തന്നെ, വളർത്തുന്നത് ഇന്ത്യയില്. ആ കോട്ടനെ എടുത്ത് നമ്മൾ നൂലാക്കി കഴിയുമ്പോൾ അതിനെ വസ്ത്രമാക്കുന്നു, സാരി ആയിരിക്കാം അല്ലെങ്കിൽ ക്ലോത്ത് പീസായിരിക്കാം, എന്തായാലും. പക്ഷെ അത് വസ്ത്രമായിട്ട് മാറുമ്പോൾ നമ്മളുടെ മാനം മറയ്ക്കാൻ അത് മതി, ഫോറിൻ ക്ലോത്ത് വേണമെന്നില്ല. അപ്പോൾ ഈ പണിയൊക്കെ ഇവിടെ ചെയ്യുന്ന കർഷകന് ലാഭം കിട്ടുന്നു, അല്ലെങ്കിൽ കർഷകൻ നന്നാവും, വേവിങ് ചെയ്യുന്നവര്, ഖാദിന്റെ ക്ലോത്ത് വേവിങ് ചെയ്യുന്നവർ നന്നാവും. അതേമാതിരി അതിന്റെ എന്തൊക്കെ തരത്തിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കുന്നുമോ. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വില്ലേജിന്റെ അല്ലെങ്കിൽ ഒരു സമുദായം, ഖാദി സമുദായം എന്ന് പറയുന്നത് വീവേഴ്സ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മില്ലേഴ്സ് കമ്മ്യൂണിറ്റി, അവർക്ക് ഒരു റീകൺസ്ട്രക്ഷൻ ആണ് കിട്ടുന്നത്, അവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് കിട്ടുന്നത്. നമ്മളെല്ലാം പുറത്തുനിന്നുള്ള കൊണ്ടുവരുന്ന ടെർലിൻ തുണികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് നോക്കണം. ഇവിടെ തണുപ്പല്ല, മഴയും വെയിലും മാറി മാറി വരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ സൗകര്യത്തിന് വെതർ കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന തുണി ഖാദിയാണ്. അതുകൊണ്ടാണ് ഖാദി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തതും. അതുമൂലം ഖാദി മൂലം ഒരു ഗ്രാമങ്ങൾ നന്നാവുന്നു. ഗ്രാമത്തിൽ താമസിക്കുന്ന ഹരിജനം അല്ലെങ്കിൽ ഹരിജൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു, ഹരി എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്നുള്ള അർത്ഥം.
കൃഷ്ണന്റെ ആൾക്കാര്, ഹരിജൻ, ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതാണിത്. ഹരിജൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ, കറുത്ത കാർമേക വർണ്ണനാണ് കൃഷ്ണൻ. ഈ കൃഷ്ണന്റെ സ്വന്തക്കാരാണ് ഹരിജൻ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറുത്ത നിറമുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളറുള്ള നമ്മളുടെ സാധാരണക്കാര് ഭഗവാൻ കൃഷ്ണന്റെ സ്വന്തക്കാരാണെന്നാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഉദ്ധരിച്ചെടുക്കുകയാണ്. ഈ വില്ലേജിനെ സഹായിക്കുന്നു, പ്രോഗ്രാം സഹായിക്കുന്നു. അങ്ങനെ അത് അവർക്കും കൂടെ ഒരു സഹായം കിട്ടണം. അതാണ് സ്വരാജ്യത്തിലെ ഐഡിയല് വഴി കൊണ്ടുവന്നത്. സ്വദേശി, സ്വന്തം ദേശത്തിൽ ഉണ്ടാക്കുന്ന സാധനം സ്വദേശി. ഇവിടെ സ്വദേശി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതായത് അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക്, നമ്മളുടെ കർഷകർക്ക് നന്നാവും, നെയ്ത്ത് പണിക്കാർക്ക് ജോലിയാവും, അവരുടെ വരുമാനം കൊണ്ട് അവരെ കുടുംബം നോക്കി സംരക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റും. അല്ലാണ്ട് ഫോറിൽ നിന്ന് അവരുടെ മെഷീനറിയിൽ ഉണ്ടാക്കിയ ക്ലോത്ത് മേടിച്ച് അതുകൊണ്ടിട്ട് ഇവിടെ അവർക്ക് കാശ് മുഴുവനും അല്ലെങ്കിൽ അതിന്റെ വരുമാനം കമ്പനികൾക്കാണ് പോകുന്നത്, ഫോറിൻ കമ്പനികൾക്കാണ് പോകുന്നത്. എന്തിനാ പുറത്ത് കൊണ്ടുവന്ന തുണികൾ ഉപയോഗിക്കണം? നമ്മളുടെ ഹാൻഡ്മെയ്ഡ് ക്ലോത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്നുള്ളത് ഉപയോഗിക്കുക? അതാണ് സ്വദേശത്തിൽ ഉണ്ടാക്കിയതെന്ന് അർത്ഥത്തിൽ വരുന്നത്. അപ്പോൾ ഇതിന് എന്താ പ്രാധാന്യം എന്ന് വെച്ചാല് പാവപ്പെട്ടവനായ കർഷകനും നെയ്ത്തുകാരനും അവനവന്റെ വീട്ടിലിരുന്നുകൊണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കാഞ്ചീപുരത്തിലെ ഒരു കുടുംബത്തിലെ എല്ലാവരും നെയ്ത്തിലുണ്ടാവും. അച്ഛനുണ്ടാവും, മുത്തച്ഛനുണ്ടാവും, അമ്മൂമ്മയുണ്ടാവും, ചെറിയ പിള്ളേർ, ഒരു കമ്പൈൻഡ് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കുടുംബത്തിന് വരുന്ന ഇൻകം അവർക്ക് പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റും. വേറെ എവിടെയും പോകേണ്ട, ആരെയും അടിമയായിട്ടല്ല, സ്വന്തം കൈകാലുകൾ കൊണ്ട് സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് വലിയ വലിയ ഫാക്ടറീസ് ഒന്നും വേണ്ട. ഇതിന് മാത്രമല്ല, ഈ ഹാൻഡ് മെയ്ഡ് തിങ്സിൽ വരുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടി തെറ്റ് വന്നാൽ അത് ഊരി മാറ്റി നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. അത് മാൻമെയ്ഡില് മെഷീനറിയിൽ അത് പറ്റില്ല. അപ്പോൾ എത്രത്തോളം ഇൻട്രസ്റ്റ് ആയിട്ട്, എത്രത്തോളം സൂക്ഷ്മമായിട്ട് നമുക്ക് അതിനെ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഹാൻഡ് മെയ്ഡ് ക്ലോത്ത്സിലുണ്ട്. ഇനി ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ് ലീഡേഴ്സൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഇന്ത്യയെ പറ്റി ഒന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്സ് 1917 ഈ 3 കൺട്രികൾ, 3 സ്റ്റേറ്റ് കൺസേൺ എന്താ വെച്ചാല്, ചമ്പാരൻ എന്നുള്ള സ്ഥലത്തുള്ള അവരുടെ ഇൻഡിഗോ കർഷക കൃഷി ചെയ്യുന്ന കർഷകർ, അഹമ്മദാബാദില് ടെക്സ്റ്റൈൽ വർക്കേഴ്സ്, അതായത് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന അഹമ്മദാബാദ് കൾട്ടിവേഷനും കോട്ടൺ കൾട്ടിവേഷനും കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന സ്ഥലം. പിന്നെ കേഡയിലുള്ള കർഷകര്, ഇവരുടെ 3 പേരുടെയും കഷ്ടങ്ങളും ഈ കാലഘട്ടത്തിൽ വേണം, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സുഖ സൗകര്യങ്ങൾ നടത്തി കൊടുക്കണം. ഇപ്പൊ ഇതിന് ആ കാലഘട്ടത്തിലാണ് ഗാന്ധിജി ഒരു സത്യാഗ്രഹ അല്ലെങ്കിൽ അതുവഴി അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്കുള്ള ഒരു ലീഡറായിട്ട് രൂപാന്തരപ്പെട്ട് വരികയാണ്. ഇനി ചമ്പാരനിലുള്ള എക്സ്പെരിമെന്റ് എന്താണ് ചമ്പാരനിൽ ചെയ്യാൻ പറ്റിയത്? കൂടുതൽ ആൾക്കാരെ ഒരുമിപ്പിച്ചു കൊണ്ടുവരിക, മൊബിലൈസേഷൻ. ഒരുപാട് എല്ലാ കർഷകരെയും, എല്ലാ ഫാക്ടറിയിലുള്ള ചമ്പാരനിലുള്ള കർഷകരെയും ഫാക്ടറി വർക്കേഴ്സിനെയും യൂറോപ്യൻ പ്ലാന്റേഴ്സ്, യൂറോപ്പിലുള്ളവർ, അതായത് യൂറോപ്യൻ ആൾക്കാരായ ട്രേഡേഴ്സ് ഒരു ഫാക്ടറിയും ഫാം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏക്കർ കണക്ക് സെയിം സാധനം ഉൽപ്പാദിപ്പിക്കുക. ഇൻഡിഗോ ഫാം എന്ന് പറയുമ്പോൾ ആ ഇൻഡിഗോ എന്നുള്ള പ്ലാന്റിനെ വളർത്തിയെടുക്കുന്ന ഫാം, അത് തന്നെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇത് 19ാം നൂറ്റാണ്ടിൽ ഇത് അവിടെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അടുത്തതായിട്ട് വരുന്നത് 1916-17 ഈ ചമ്പാരനിലുള്ള പ്രോപ്പർട്ടീസ് 3 തരത്തിലാണ്. പ്രോപ്പർട്ടീസ് ബെട്ടയ, രാംനഗർ, മധുബൻ എസ്റ്റേറ്റ്സ്. ഇതിലൊക്കെയാണ് മേജറായിട്ട് ഇവരാണ് ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ
ഈ ലാൻഡ് വന്നിട്ട് ലാൻഡ് ലോഡ് അല്ലെങ്കിൽ കൂടെയും അവർ അതിനെ ലീസിന് കൊടുക്കും. ലീസിന് എന്ന് വെച്ചാൽ കുറച്ച് ഇത്രയോ വർഷങ്ങൾ 99 വർഷത്തെ ലീസാണ് ഏറ്റവും കൂടുതൽ ലീസ്, 100 കൊല്ലം തയ്ക്കുന്നില്ല. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് അപ്പൊ ആ സമയത്ത് ലീസായിട്ട് എടുക്കുന്നവർ, അവരുടെ പേരാണ് തിക്കാസ്. അവർക്ക് ടെമ്പററി ആയിട്ട് ഒരു സ്ഥാനം, അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാനും അവരെ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാനും ഇത് കൃഷി ചെയ്യാനും ഉള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പെർമിഷനാണ് ഈ തിക്കാസ് എന്ന് പറയുന്നത്. ഒരു തിക്കിയ സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ തിക്കിയ സിസ്റ്റത്തില് ടെനന്റ്, അതായത് അവിടെ നടത്തുന്ന ആ കാലഘട്ടത്തിൽ താമസിക്കുന്ന നൂറ്റാണ്ടിൽ താമസിക്കുന്ന കൃഷി ചെയ്യുന്ന ഇൻഡിഗോ കൃഷി ചെയ്യുന്ന ആള്, ഓക്കെ, അങ്ങേർക്ക് ഇതിന്റെ ഈ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള അധികാരം. ഇത് കൂടെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് 1908 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും വലിയ മോഡിഫിക്കേഷൻ, വലിയ ചേഞ്ചസ് ഇതിൽ വന്നിട്ടില്ല. ഡീഗ്രേഡിംഗ് ആയിട്ട്, അതായത് അവരുടെ കർഷകരുടെ അവസാന കാലഘട്ടം അല്ലെങ്കിൽ അവർക്കുള്ള വിഷമങ്ങൾ വന്നിട്ടില്ല. ഇവിടെ എങ്ങനെ വരുന്ന വെച്ചാല് ഈ കർഷകൻ ചെയ്യുന്ന പണിയില്ല. പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് ഓണേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ജമീന്ദാർ എന്ന് പറയാം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഉള്ള ടിക്കിയ മാസ്റ്റർ എന്ന് പറയാം. അവര് റെന്റിനെ കൂട്ടും, അതായത് ഇത്രയും കാലം കൃഷി ചെയ്യണില്ല, ലീസിങ് കൂട്ടും. അപ്പൊ കൂട്ടി വരുമ്പോഴത്തേക്കും ഇതിനെ കൂട്ടി വരുമ്പോൾ അതിന്റെ ടാക്സും അതേമാതിരി കൂട്ടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ആശ്രയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാന്ധിജി ചമ്പാരൻ വിസിറ്റ് നടത്തുന്നത്. ചമ്പാരനിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ചമ്പാരനിലുള്ള കർഷകരുടെ പ്രോബ്ലംസ് നേരിട്ട് കാണാനും അതിനെപ്പറ്റി അന്വേഷണം ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗാന്ധിജി അവിടെ പോകുന്നത്. അപ്പോൾ ഗാന്ധിജി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അതിനെ ഒരു ഡേഞ്ചർ ആണ് എന്നുള്ള ഒരു ബ്രിട്ടീഷുകാർക്കൊരു തോന്നൽ തോന്നി അങ്ങനെ അവിടെ പോകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഒരു വെപ്രാളം എന്ന് പറയാം. ഇപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ മഹാരാഷ്ട്രയില് ഈ ബീഹാറിലുള്ള ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടു മജിസ്ട്രേറ്റ് വഴി. അവിടെ ഗാന്ധിജി പോകുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനാണ് പോകുന്നത്. എന്തിനാ? ഈ ഇവരുടെ പ്രോബ്ലം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഗാന്ധിജി പോകുന്നതും ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും. ഇതിന് ഒരു ബീഹാറിലുള്ള ഗവൺമെന്റ് ഒരു ചമ്പാരൻ അഗ്രേറിയൻ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയില് ഗാന്ധിജി ഒരു മെമ്പറാണ്. ഓക്കെ, ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ നടക്കണേ? ഇവിടെ വരുമ്പോഴത്തേക്കും ഗാന്ധിജി വന്ന് കംപ്ലീറ്റ് ആയിട്ട് മേജറായിട്ട് ഈ റെക്കമെൻഡേഷൻസ് ഒരുപാട് കാലം അവിടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഇമ്പാക്ട് ഇതിൽ പറഞ്ഞു വെച്ചാല് പുള്ളി പറയുന്നത്, ഗാന്ധിജി പറയും ഈ തിക്കിയ സിസ്റ്റം അല്ലെങ്കിൽ ലീസിങ് സിസ്റ്റം നിർത്തണം. എല്ലാവിധമായ ഇല്ലീഗലായ എല്ലാവിധമായ നിയമവിരുദ്ധമായ എക്സ്ട്രാക്ഷൻസ്, അതായത് നമ്മളുടെ ആൾക്കാരിൽ നിന്ന് പിടിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ കരം നിയമപരമല്ലാത്തതാണ് കൂടുതലായിട്ട് മേടിക്കുന്നത്. റെന്റ് ഒക്കെ കുറയ്ക്കണം അല്ലെങ്കിൽ വാടക കുറയ്ക്കണം. കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത്, അതായത് ഗാന്ധിജിയുടെ ഇൻവെസ്റ്റിഗേഷനും ഇതിനും ചേർന്ന ശേഷം ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. അതിൽ 25% ഈ നേരത്തെ പഠിച്ചിട്ടുള്ള റിക്കവറിയിൽ നിന്ന് തിരിച്ചു കൊടുക്കണം, റീഫണ്ട് ചെയ്യണം. പിന്നെ റെക്കമെൻഡേഷൻസ് അടുത്തതായിട്ട് പറയുന്നത് ചമ്പാരൻ ഈ കമ്മിറ്റിയാണ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കമ്മിറ്റി, അതിൽ ഗാന്ധിജിയും കമ്മിറ്റി മെമ്പറായിരുന്നു, അഗ്രേറിയൻ കമ്മിറ്റി. അതിന്റെ ചമ്പാരൻ ആക്ട്, ഓക്കെ, ഇതൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നാണ് ഗാന്ധിജി ഇതിന്റെ സമർപ്പിക്കുന്നത്. അടുത്ത് കേഡ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് വളരെ ഫെർട്ടൈലാണ്. അവിടെ മുഴുവനും കർഷകരും വലിയ തരത്തിലുള്ള പ്രൊപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ജമീന്ദാറാണ് ഹോൾഡ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ പട്ടിയാർ എന്ന് വിളിക്കുക. പിന്നെ അതുകൂടാണ്ട് ചെറിയ ലെവലിലുള്ള കർഷകരുണ്ട്. പിന്നെ ഇത് രണ്ടുമല്ല, വലിയ പട്ടിയാറുമല്ല ചെറിയ കർഷകനുമല്ല. ലാൻഡ് നമുക്ക് സ്ഥലമേ ഇല്ല, പണി ചെയ്യാൻ സ്ഥലം ഇല്ലാത്ത ഒരാൾക്കാർ, അത് അവരൊക്കെ ലേബറേഴ്സ്, അവരവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ക്രോപ്പ് എന്താന്ന് വെച്ചാല് കാരിഫ് ക്രോപ്പാണ്. ഈ പെട്ടെന്ന് കൂടുതൽ മഴ വന്നു കഴിഞ്ഞാൽ ആ ക്രോപ്പ് അങ്ങോട്ട് നശിക്കും, അല്ലെങ്കിൽ ആ കൃഷി നശിക്കും. 1917 ഒരു മഴ കൂടുതൽ കൊണ്ട് അത് കാരിഫ് ക്രോപ്പ് മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ടാക്സ് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പൊ ഇതിന് കൂടാണ്ട് അവിടെ വരുന്ന ഓഫീസേഴ്സ്
ഓവർ വാല്യൂ ചെയ്ത് ഇത്രയും നമ്മൾ നേരത്തെ സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നു, പെർമനന്റ് സിസ്റ്റവും ലാൻഡിന്റെ കളക്ഷന്റെ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത്. അവർ ഈ ഓവറായിട്ട് ഇതിനെ വാല്യൂ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ലീഗലി റവന്യൂ മേടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കൺസെഷൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കൃഷി നശിച്ചു പോയി, ഞങ്ങൾക്ക് കരമടയ്ക്കാൻ പറ്റില്ല, ഞങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തൂ, അല്ലെങ്കിൽ കളക്ഷൻ ഞങ്ങളുടെ അടുത്ത ടാക്സിന് ചോദിക്കല്ലേ എന്നുള്ള ആ റിക്വസ്റ്റിനാണ് അവിടെ പ്രാധാന്യം ഇല്ലാണ്ടായി പോയത്. അപ്പോഴാണ് 1918 സത്യാഗ്രഹ മൂവ്മെന്റ് 22 തീയതി മാർച്ച് ഗാന്ധിജി സത്യാഗ്രഹ മൂവ്മെന്റ് നാഡിയ അവിടെയുള്ള കർഷകരോട് പറയും, നിങ്ങള് കരം അടയ്ക്കണ്ട. അപ്പോ ഈ കരം നിങ്ങൾ അടയ്ക്കുന്നത് എന്തിനാ? വിളവ് കിട്ടുമ്പോൾ അടയ്ക്കാം, വിളവില്ലാത്ത സമയത്ത് നിങ്ങൾ എന്തിനാ കരം അടയ്ക്കുന്നത്? അപ്പൊ ഈ കാലഘട്ടം ഈ കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അവരൊക്കെ പാവങ്ങളാണ്, വെറും മാനുവൽ ലേബർ ചെയ്യുന്ന ആൾക്കാരാണ്, ലേബറേഴ്സ് ആണ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവർക്കത് മനസ്സിലാവും. അതുവരെ അവർക്ക് മനസ്സിലാവില്ല. അടിമത്തത്തിൽ ജീവിക്കുന്ന ലേബറേഴ്സ് ആണ്. അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഗാന്ധിജി സത്യാഗ്രഹത്തിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ സത്യാഗ്രഹം എടുക്കാണ്, മൂവ്മെന്റ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മാക്സിമം ആയിട്ട് പോകുന്നത് 21 ഏപ്രിൽ കർഷകര് കൂട്ടങ്ങൾ, അതായത് 2337 കർഷകര് ഒരുമിച്ച് ചേർന്ന് ഒരു ഓത്തെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്ലഡ്ജ് എടുക്കുന്നു. ഞങ്ങൾ ഈ ടാക്സ്, ലാൻഡ് ടാക്സ് അടയ്ക്കില്ല, കരം അടയ്ക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ മാക്സിമത്തിലാണ് ഈ സത്യാഗ്രഹ മൂവ്മെന്റ് മാക്സിമത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം കോളിംഗ് ഓഫ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പെട്ടെന്ന് നിർത്തിച്ചു, ഒരു കാലഘട്ടത്തിൽ അത് നിർത്തിച്ചു. എന്തുകൊണ്ടാണ് നിർത്തിച്ചതെന്ന് വെച്ചാല് ഈ ഗവൺമെന്റ് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ലാൻഡ് റവന്യൂ, അതായത് കരം ആരിൽ നിന്ന് മേടിക്കാം? ഏത് കർഷകനാണോ കപ്പാസിറ്റി കൊടുക്കാനുള്ള ലെവലുള്ളത്, ഫൈനാൻഷ്യലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏത് കർഷകനാണോ വലിയ കഷ്ടപ്പാടും ദുരിതവും ഇല്ലാത്ത കർഷകന്റെ നിന്ന് ടാക്സ് മേടിക്കുക. ഒരാളുടെ അടുത്ത് നിന്നും പാവപ്പെട്ടവളുടെ തീരെ താഴ്ന്ന ലെവലിലുള്ള കർഷകരോട് നിന്ന് നിർബന്ധമായി ഈ ടാക്സ് മേടിക്കരുത് എന്നുള്ളതാണ് അവിടെ ഒരു ഓർഡർ കൊണ്ടുവന്നത്. അങ്ങനെ ഓർഡർ കൊണ്ടുവന്നപ്പോഴത്തേക്കും 70 വില്ലേജിലുള്ളവരില് 551 പേരും ഈ കേഡ കൃഷിയിൽ അല്ലെ കേഡ രാജ്യത്തിലുള്ള ആക്ടിവിറ്റിയിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോ അവര് ഇതിനെ ഈ ടോക്കൺ കൺസെഷൻ കിട്ടിയപ്പോൾ ഈ ഇതിനെ സത്യാഗ്രഹത്തിനെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി നിർത്തി, അല്ലെങ്കിൽ പിൻവലിച്ചു. ഓക്കെ. പിന്നെ അഹമ്മദാബാദിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഹമ്മദാബാദ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മില്ലാണ്, അല്ലെങ്കിൽ ആ ഏരിയ മുഴുവനും കോട്ടൺ ഫാക്ടറീസും കോട്ടൺ കൾട്ടിവേഷനാണ്. അഹമ്മദാബാദ് ആ ഏരിയ മുഴുവനും കോട്ടൺ കൾട്ടിവേഷനും ബ്ലാക്ക് സോയിലും കോട്ടൺ കൾട്ടിവേഷനും പറ്റിയ സ്ഥലം. ഇവിടെ 1917 ഒരു പ്ലേഗ് എന്ന് പറയുമ്പോഴത്തേക്കും എലി മരിച്ചിട്ട് എലിയുടെ അങ്ങനെ സ്പ്രെഡ് ആവുന്ന അസുഖമാണ് പ്ലേഗ് എന്ന് പറയും. ഇത് പ്ലേഗ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ മിൽ ഓണേഴ്സ്, അതായത് അഹമ്മദാബാദിലെ കോട്ടൺ മിൽസ് ഓണർ, സാരീസ് ഒക്കെ വരുന്നത് അവിടെ നിന്ന്, അഹമ്മദാബാദിൽ നല്ല സാരീസ് കിട്ടും. ആ കോട്ടൺ സാരീസോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ ഒക്കെ ഈ ടെക്സ്റ്റൈൽ മിൽ ഓണേഴ്സ് ഇവരെന്താ ഡിസൈഡ് ചെയ്ത, ഈ വർഷം പ്ലേഗ് വന്നു, പ്ലേഗ് കാരണം ഒരു 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 എന്താ പറയാ, ഒരു ബോണസ് 75% അവരുടെ വർക്കേഴ്സിന്റെ എമൗണ്ടിന്റെ 75% ഒരു ബോണസ് ആയിട്ട്, കാരണം കുറെ പേരൊക്കെ മരിച്ചൊക്കെ പോകുന്നുണ്ട് പ്ലേഗ് വന്നിട്ട്, അപ്പൊ അവർക്കൊരു സമാധാനമാകട്ടെ എന്നുള്ള ഒരു ബോണസ് കൊടുക്കാൻ ഉദ്ദേശിച്ചു. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേഗ് ഒക്കെ കുറയാന്ന്, ഇപ്പൊ നമുക്ക് ഇവിടെ കോവിഡ് ഇല്ലേ, കോവിഡ് ഇറങ്ങിയും കയറി ഇരിക്കുന്ന മാതിരി തന്നെ ഇത് നിന്ന് പോയപ്പോൾ, പ്ലേഗിന്റെ സ്പ്രെഡിങ് നിന്നപ്പോൾ ഇവര് മില്ല് ഉടമസ്ഥന്മാര് ഇനി ഈ ബോണസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി ഈ നമുക്ക് ഓണത്തിന്റെ ബത്ത അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ബത്ത എന്ന് പറഞ്ഞ കുറച്ച് കാശ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഗവൺമെന്റിൽ നിന്ന്, അവനവന്റെ ഓഫീസിൽ നിന്ന്, അത് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തീരുമാനം ഉടമസ്ഥന്മാരെടുക്കുകയാണ്. അപ്പോൾ അത് സമ്മതിക്കുന്നില്ല ആൾക്കാർ.
കാരണം വർക്കേഴ്സിന് ഈ കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിന്ന് പോയാൽ അവർക്ക് പറ്റില്ല, അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ മില്ല് ഓണേഴ്സ് ഇങ്ങനത്തെ ഒരു ഉദ്ദേശം കൊണ്ടുവന്നപ്പോഴത്തേക്കും വർക്കേഴ്സ് സമ്മതിക്കില്ല. വർക്കേഴ്സ് സമ്മതിക്കാതായപ്പോൾ മില്ല് ഉടമസ്ഥന്മാരും പണിയെടുക്കുന്ന പണിക്കാരും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾക്ക് ഇതിനെ ഒന്ന് ചർച്ചയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തിച്ചു കൊണ്ടുവരുന്നുണ്ടപ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അതിന്റെ കമ്മിറ്റിയുടെ കളക്ടറാണ്, ബ്രിട്ടീഷ് കളക്ടറാണ് ചെയർമാനായിട്ട് വരിക. അതിൽ കൂടാതെ ഇവിടെ 3 പേര്, വർക്കേഴ്സിനെ 3 പേരെ കൂടെ കൂട്ടുന്നുണ്ട്. എംപ്ലോയീസും വരുന്നുണ്ട്, ബില്ല് ഓണർമാരും വരുന്നുണ്ട്. മില്ല് ഉടമസ്ഥന്മാര്, മുതലാളിമാര് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട്, കാരണം അവര് പറയുന്നത് മാറി നിന്നു. എന്തിനാ പറയുന്നത് വെച്ചാൽ ഈ വർക്കേഴ്സ് നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല മില്ല് ഉടമസ്ഥന്മാര്. അപ്പൊ അവരെന്താ ചെയ്ത്, പണിയെടുക്കാൻ വരണ്ട, ലോക്കൗട്ട്, ഫാക്ടറിയൊക്കെ പൂട്ടി. നമ്മൾ പല പഴയ ഹിന്ദി സിനിമകളിലൊക്കെ കാണാം, ഫാക്ടറി പൂട്ടി, പുറത്ത് ഗേറ്റിൽ പൂട്ടി താഴ്ത്തട്ടും വർക്കേഴ്സ് പുറത്തിരുന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നത്. കാരണം അവരുടെ ജീവിത അന്നമാണ് ഈ ഫാക്ടറി. അവർ ചെയ്യുന്ന പണിയിൽ നിന്നാണ് കിട്ടുന്ന പണം കൊണ്ടാണ് അവരെ കുടുംബം നോക്കുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിൽസ് അടച്ചു പൂട്ടിയാൽ, പണിയില്ലാണ്ടായാൽ പണക്കാരായ മില്ല് ഉടമസ്ഥന്മാർക്ക് പ്രശ്നമില്ല, പക്ഷെ അവിടെ പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി 1918 ഈ ലോക്കൗട്ട് വരികയാണ്. ഇനി ലോക്കൗട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് പണിയില്ലാണ്ടായി. ആയിരക്കണക്കിനുള്ള കൂലിക്കാർക്കാണ് ജോലി ഇല്ലാണ്ടായത്. അപ്പോൾ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി ഗാന്ധിജി ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നു. എത്രത്തോളം ഈ സെറ്റിൽമെന്റ് വരുന്നവരെ സത്യാഗ്രഹം എടുക്കാം. ഈ സത്യാഗ്രഹത്തിൽ ഇവിടെ സത്യാഗ്രഹം വഴി മനസ്സിലാക്കി കൊടുക്കണം മില്ല് ഉടമസ്ഥന്മാർക്ക്, നിങ്ങളുടെ പ്രവർത്തികൾ അത്ര നല്ലതല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റുന്നു, ഫാക്ടറി ഓണേഴ്സിന് നിർബന്ധമായിട്ടും ഒരു സെറ്റിൽമെന്റിൽ അല്ലെങ്കിൽ വർക്കേഴ്സുമായിട്ട് സംസാരിക്കാനോ ഒരു ചാൻസ് നിർബന്ധമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 18-ാം തീയതി മാർച്ചിൽ ഒരു സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നു. അതായത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നുള്ളതാണ് സെറ്റിൽമെന്റിന്റെ ടേംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യത്തെ ദിവസം അവർ നേരത്തെ ഞാൻ പറഞ്ഞു 75%. ഓക്കെ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ ഈ പ്ലേഗിന്റെ ബോണസ് എന്ന് പറഞ്ഞത് 75%. അതിൽ നിന്ന് ഈ സെറ്റിൽമെന്റിൽ കൊണ്ടുവന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ദിവസം ഈ വർക്കർ അല്ലെങ്കിൽ പണിക്കാരന് കിട്ടുന്നത് 35% ഉയർച്ച, അവന്റെ സാലറിയുടെ ഉയർച്ച. രണ്ടാമത്തെ ദിവസം ആ 35 അല്ല, 20%. എന്താ വെച്ചാല് അവർ നേരത്തെ പറഞ്ഞിരുന്നു, മില്ല് ഉടമസ്ഥന്മാര് പറഞ്ഞു ഞങ്ങൾ 20% തരാം. അപ്പൊ ഇവിടെ കോമ്പിനേഷനാണ്, ഇവര് ചോദിച്ചിട്ടുള്ളതും പണിക്കാർ ചോദിച്ചതും ഉടമസ്ഥന്മാർ പറഞ്ഞതും എല്ലാം കൂടെ കോമ്പിനേഷനിലാണ് ഈ സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം 20% മില്ല് ഉടമസ്ഥന്മാർ സമ്മതിച്ചത് അവിടെ അപ്ലൈ ആവും ഒരാൾക്ക്. ആദ്യത്തെ ദിവസം 35% അവന്റെ ശമ്പളത്തിൽ ഇൻക്രീസ്, രണ്ടാമത്തെ ദിവസം 20%, മൂന്നാമത്തെ ദിവസം വരുന്നത് ഒരു ആർബിട്രേറ്റർ അല്ലെങ്കിൽ ഇതൊന്ന് ഡിസ്കഷൻ ചെയ്ത് തേർഡ് പേഴ്സൺ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരണമല്ലോ, ഒന്ന് സെറ്റിൽ ആക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇവരെ കൊണ്ടുവരുന്നത് ഒരു സ്പ്ലിറ്റ് ആക്കി, ഡിഫറൻസ് 27.5%, 27.5% നിങ്ങളുടെ ശമ്പളത്തിന്റെ ഇൻക്രീസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും, മുതലാളിക്ക് ഒരു സമാധാനം, തൊഴിലാളിക്ക് ഒരു സമാധാനം, നടുവിൽ നിന്ന് അതിന് യൂണിയൻ ലീഡേഴ്സിനും ഒരു സമാധാനം. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് ഈ ആർബിട്രേറ്റേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ആ ഫേവർ ചെയ്യുന്ന വർക്കേഴ്സിനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് 35% കൂടെ അവർക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ടേംസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി റോലറ്റ് ആക്ട് സത്യാഗ്രഹ, ആ സമയത്ത് റോലറ്റ് ആക്ടിൽ വരുന്നത് എന്താന്ന് വെച്ചാല്, ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 ഡ്രാഫ്റ്റ് ബിൽസ് കൊണ്ടുവരുന്നുണ്ട്. ഈ ബിൽസ് മുഖാന്തരം ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത്, റെവല്യൂഷണറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരെ പിടിക്കാനും
അവരെ ക്രൂസിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അവരെ ട്രയൽ ചെയ്യാനുമുള്ള ഒരു ആക്ടാണിത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവില് 6-ാം തീയതി 1919 ഒരു കൗൺസിൽ ഫോം ചെയ്യുന്നു. ഇതുവഴി ഈ ആക്ട് വഴി കൊണ്ടുവരുന്നത് ഒരു 3 ജഡ്ജിമാരുണ്ടാവും. ഒരു സ്പെഷ്യൽ കോർട്ടാണ്. ഇവരുടെ തെറ്റുകളെ അല്ലെങ്കിൽ റെവല്യൂഷണറി ആയിട്ട് വിപ്ലവകാരികളുടെ ആക്ടിവിറ്റീസിനെ പറ്റി വിചാരണ ചെയ്യാൻ 3 ജഡ്ജിമാർ അടങ്ങിയ ഒരു കോർട്ട്, സ്പെഷ്യൽ കോർട്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു കാരണവശാലും ഇവരൊക്കെ ഇത് വേണ്ട, ലൈക്ക് എന്ത് കാരണവശാലും എന്തൊക്കെ എവിഡൻസ് കൊണ്ടുവന്നാലും അതൊന്നും ഈ എവിഡൻസിലായിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ ഈ പ്രൊവിഷൻ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ ഡിസിഷൻ, കോർട്ടിന്റെ ഡിസിഷനെ എടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതും എവിഡൻസ് ഒന്നും ശരിയാക്കുന്നില്ല. ഓക്കെ, അടുത്തത് മൊണ്ടേക്വിസ്റ്റിലെ റീഫോമിൽ എന്താ കൊണ്ടെന്ന് വെച്ചാൽ അങ്ങേര് പറഞ്ഞത് അടുത്ത ബില്ലിൽ വരുന്നത് ഒരു അതോറിറ്റി കൊടുക്കാണ്. ഒരാളെയും പോയിട്ട് ഒരു പ്ലേസ് വിചാരണ എടുക്കാനും അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ പറയാൻ ഒരു വാറന്റ് കൊണ്ടുവരണം. വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ. അത് കൂടാണ്ട് 2 വർഷത്തേക്ക് അവര് ഒരു വിചാരണയുമില്ല. ട്രയൽ എന്ന് പറഞ്ഞാൽ വിചാരണയാണ്. ഒരു വിചാരണ ഇല്ലാണ്ട് 2 കൊല്ലം അവരെ ജയിലിൽ അടച്ചിടാൻ പറ്റും. ഈ റീഫോംസിൽ പറഞ്ഞിട്ടുള്ളത് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാം, 2 കൊല്ലം അവർക്ക് അവരുടെ ന്യായമോ അവരുടെ വിധിയോ അതിനെ പറ്റി അവർക്ക് പറയാനുള്ളതോ കേൾക്കണോ, അതൊന്നുമില്ല. ഒരു വിചാരണ ഇല്ലാണ്ട് 2 കൊല്ലം അവർ ജയിലിൽ കഴിയണം. ഇതാണ് ഇതിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സിന് ഒരു പ്രത്യേകമായ ഒരു അഭിപ്രായമാണ്. ഇങ്ങനെ ഒരു വൈറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ ഓർഡർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വിചാരണയ്ക്കും അവർ തയ്യാറാകേണ്ട കാര്യമില്ല. ആളെ കണ്ടാൽ വാറന്റ് ഇല്ലാണ്ട് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടോളൂ. ആ 2 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇതിനെ പറ്റിയുള്ള വിചാരണ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആൾക്കാർക്ക് സൈക്കോളജിക്കലി അത് ആൾക്കാരുടെ മനസ്സിനെയും അഫക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വരുമ്പോഴത്തേക്കും ആൾക്കാരെ എതിർക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി 24-ാം തീയതി 1919 പ്രൊട്ടസ്റ്റ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ്. ഗാന്ധിജി ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ്. ഈ ബില്ലിന് പ്രത്യേകമായിട്ട് പറഞ്ഞ 2 കൊല്ലം ജയിലിൽ കടക്കണം, ഒരു ഇതുമില്ലാണ്ട്, ഒരു കാരണമില്ലാണ്ട് ഈ 2 ബില്ലിനെയാണ് ഗാന്ധിജി ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി എന്താ ചെയ്യുന്നത്? സത്യാഗ്രഹം തുടങ്ങി. പിന്നെയും സത്യാഗ്രഹം തുടങ്ങി. 24-ാം തീയതി ബോംബെയില് അതേമാതിരി അതിന്റെ സബർബ്സില് റോലത്ത് ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് തുടങ്ങുന്നത്. ഈ സത്യാഗ്രഹത്തിൽ കൂടെ അല്ലെങ്കിൽ ഇതിൽ കൂടെ മെമ്പേഴ്സ് എന്താ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ലോനെ അല്ലെങ്കിൽ ഈ മാതിരിയുള്ള നിയമത്തിനെ ഞങ്ങൾ ഡിസൊബേ ചെയ്യും, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് അവിടെ നടത്തത്. ഓക്കെ, ഹർത്താൽ വന്നു. അപ്പൊ ഇതിനെ സംബന്ധിച്ചിട്ടാണ് ഈ ഹർത്താൽ വരുന്നത്. 1919 6-ാം തീയതി, ഏപ്രിൽ 6-ാം തീയതി ഹർത്താൽ വരുന്നു. ഈ ഹർത്താൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ആവശ്യങ്ങളാണ്, ആൾക്കാരുടെ ആവശ്യങ്ങളാണ്. മുഴുവനും ഇന്ത്യ മുഴുവനും ഇത് അങ്ങോട്ട് പടർന്നു. ഓരോ സ്ഥലത്തു നിന്ന് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഈ ഹർത്താൽ വലിയ കാര്യമായിട്ടാണ് ഹർത്താൽ കൊണ്ടുവരുന്നത്. 30-ാം തീയതി ആയപ്പോഴത്തേക്കും, മാർച്ച് 30-ാം തീയതി ഈ ഹർത്താലിന്റെ ന്യൂസ് അവർക്ക് കിട്ടിയപ്പോൾ മാർച്ച് 30-ാം തീയതി ആയപ്പോഴത്തേക്കും പോലീസ് ഇറങ്ങാനും ആൾക്കാരെ കൂട്ടമായിട്ട് വരുന്നവരെ അടിക്കാനും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ 10 പേരെ പോലീസ് കൊല്ലുന്നു. പോലീസ് ഫയർ എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഷൂട്ട് ഔട്ടില് 10 പേര് മരിച്ചു പോകുന്നു. ഈ 10 പേര് മരിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഹർത്താലിന്റെ കാഠിന്യം കൂടി. അതുകൊണ്ട് അവർ 6-ാം തീയതി, ഏപ്രിൽ 6-ാം തീയതി ഇതിന്റെ ബേസിലായിട്ടാണ് അടുത്ത ഹർത്താൽ കൊണ്ടുവന്നത്. ഹർത്താൽ കൊണ്ടുവന്ന് അതിന്റെ കൂടെ തന്നെ 8-ാം തീയതി, ഏപ്രിൽ 8-ാം തീയതി ഈ സത്യാഗ്രഹ മൂവ്മെന്റ് ഗാന്ധിജി ഡൽഹിയിലും പഞ്ചാബിലും കൂടെ സ്പ്രെഡ് ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗാന്ധിജിയുടെ അറസ്റ്റ് 10-ാം തീയതി. ഈ ഗാന്ധിജിയാണ് ഇതിനൊക്കെ കാരണക്കാരൻ. അപ്പൊ അയാളെ പിടിച്ച് അകത്തിടുക, അതാണ് ചെയ്തത്. ഈ അങ്ങേരെ പിടിച്ച് ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് ആ ഗാന്ധിജിയുടെ കൂടെ 2 ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടർ കിച്ചുലു ആൻഡ് ഡോക്ടർ സത്യപാൽ. ഇവരെയും പിടിക്കും. അതായത് ഇവരൊക്കെ നേതാക്കന്മാരില്ലെങ്കിൽ ഈ ആൾക്കാർക്ക് ആരും ഇല്ലല്ലോ ലീഡേഴ്സ് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ, എഗെയിൻസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവരെ പിടിച്ച് ജയിലിലിടും. 10-ാം തീയതി, ഏപ്രിൽ 19-ാം തീയതി ഗാന്ധിജി
ഡോക്ടർ കിച്ചിലു ഡോക്ടർ സത്യപാലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആൾക്കാർക്ക് ദേഷ്യമായി, വയലൻസ് വന്നു. ഗവൺമെന്റിന്റെ ബിൽഡിങ്സ്, ഈ വയലൻസിന്റെ റിയാക്ഷൻ എന്നുള്ള ലെവലില്, അല്ലെങ്കിൽ അവരുടെ ആവേശം കൊണ്ട് അവര് എല്ലാ ഗവൺമെന്റ് ബിൽഡിങ്സും കത്തിക്കാൻ തുടങ്ങി. അതായത് ആൾക്കാർക്ക് പിന്നെ നമ്മളിവിടെ കാണാറുണ്ട്, നേതാക്കന്മാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അനുയായികൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയതൊക്കെ ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് ബിൽഡിങ്സ് കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ആവേശത്തിൽ 5 ഇംഗ്ലീഷുകാരെയും ഒരു സ്ത്രീനെയും ഒക്കെ അവര് കൊന്നുകളയാണ്, അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവരെ വിട്ട് തീ കൊളുത്തുന്നു. അപ്പൊ ഇതൊക്കെ ഒരു വലിയൊരു ഗാന്ധിജിയുടെ ഉദ്ദേശത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കൺട്രി മുഴുവനും, ഗാന്ധിജി അകത്തായി കഴിഞ്ഞപ്പോഴത്തേക്കും കൺട്രി മുഴുവനും കൺട്രോൾ ഇല്ലാത്ത വിധത്തിലായി പോന്നു. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ജാലിയൻ വാല ബാഗ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ. ഏപ്രിൽ 13 കമാൻഡർ ജനറൽ ഡയർ എന്നാണ് പേര്. ഈ ആൾക്കാര് ഇവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ, ജാലിയൻ വാല ബാഗ് എന്ന് പറഞ്ഞാൽ പാർക്ക് എന്നാണ് അർത്ഥം. അവിടെ ഇരുന്ന് ഇവര് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുകയാണ്. ട്രൂപ്സിനെ കൊണ്ടുവരുന്നു. ജനറൽ ഡയർ വന്നിട്ട് ട്രൂപ്പിനെ കൊണ്ടുവന്നിട്ട്, അതായത് സാധാരണ ഒരു ട്രൂപ്പ് ഫയറിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വാർണിംഗ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ സമാധാനപരമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ജാലിയൻ വാലയില് ജനറൽ ഡയർ അങ്ങേരുടെ ആർമീനെ കൊണ്ടുവരുന്നു. പുറത്തുനിന്നുള്ള പുറത്തേക്ക് പോകാനുള്ള ഗേറ്റ് ഉണ്ട്, അതിനെ പൂട്ടുന്നു. എന്നിട്ട് ഈ ജാലിയൻ ബാഗിന്റെ അകത്ത് മുഴുവൻ ആൾക്കാരെ വരിയായിട്ട് നിർത്തുന്നു. അതായത് സോൾജേഴ്സിനെ വരിയായിട്ട് നിർത്തിയിട്ട്, ആദ്യത്തെ റൂൾ അനുസരിച്ചിട്ട് നമ്മള് വാർണിംഗ് ഫയർ എന്നുള്ളത് ആകാശത്തിലേക്ക് കൊടുക്കണം. ഇവിടെ വാർണിംഗ് കൊടുത്തിട്ടില്ല. ഇവിടെ ആൾക്കാരൊന്നും വയലന്റ് അല്ല, എല്ലാവരും കഥ കേൾക്കണമാതിരി ഇരുന്ന് സംസാരം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സമാധാനപരമായി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജനറൽ ഡയർ എത്തുന്നു. ഒരു വാർണിംഗ് ഷോട്ടും ഇല്ലാണ്ട് 20 മിനിറ്റ്സ് ആണ് ഫയറിംഗ് കൊടുക്കുന്നത്. അതായത് ഈ ഗൺ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാര് പേടിച്ച് പല സ്ഥലത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് ഒരു വിധത്തിലും അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. മതിലിന്റെ പുറത്തേക്ക് കയറുന്നവരെയൊക്കെയും വെടിവെച്ച് താഴ്ത്തുന്നു. പിന്നെ അതിന്റെ അകത്ത് ഒരു പൊട്ട കിണറുണ്ടായിരുന്നു. ഈ ആൾക്കാര്, സ്ത്രീകളും കുട്ടികളും അടങ്ങിയതാണ് ഈ മീറ്റിംഗ്. അവരെല്ലാം എടുത്ത് ചാടാൻ തുടങ്ങി അതിൻ്റെ അകത്തേക്ക്. അങ്ങനെ അത് പൊട്ടക്കിണറ്റിൽ ചാടിയും മരിച്ചു. ജനറൽ ഡയറിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം വെടികൊണ്ട് മറിച്ചു. മതിലുമ്മേ കയറാൻ പോകുന്നവരെയും മുതുകില് വെടിവെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളുടെ റെക്കോർഡിൽ പറയുന്നത് 379 പേരെന്നാണ്. പക്ഷെ വളരെ ക്രൂരമായ ഒരു കാര്യമാണ് ജാലിയൻ വാല ബാഗ്. അതിപ്പോഴും അവിടെ നമ്മളുടെ ആ ഭാഗത്ത് അത് വളരെ സൂക്ഷ്മമായിട്ട് ഒരു ഹെറിറ്റേജ്, ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിട്ട്, ഏരിയ ആയിട്ട് അത് സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെ സത്യാഗ്രഹം കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും പൊളിറ്റിക്കലി എല്ലാ വിധത്തിലുള്ള ലിറ്ററേച്ചർ ഉപയോഗിച്ചിട്ട് സിഗ്നേച്ചർ മേടിച്ച് സത്യാഗ്രഹം ചെയ്തോളാം എന്നുള്ള ഒരു സത്യപ്രതിജ്ഞ ചെയ്യിച്ചുള്ള സിഗ്നേച്ചർ. ഇത് ഈ ഗാന്ധിയുടെ റോലറ്റ് ആക്ടിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സത്യാഗ്രഹയില് അത് കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള ആൾക്കാരും പല കമ്മ്യൂണിറ്റിയിലുള്ളവരും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഗാന്ധിജീന്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. കാരണം അങ്ങേർക്ക് ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അനുയായികൾ കൂടുതൽ ആകർഷകരായി ഗാന്ധിജിയുടെ പോളിസികളിലും ഗാന്ധിജി പറയുന്നത് കേൾക്കാനും ഗാന്ധിജിനെ ഫോളോ ചെയ്യാനും അനുയായികൾ കൂടുതലായപ്പോഴാണ് ഗാന്ധിജി ഒരു ഇന്ത്യൻ ലീഡറിന്റെ ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ വരുമ്പോൾ ഈ വേർഡിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോൺ കോപ്പറേഷൻ, വി ആർ നോട്ട് ഗോയിങ് ടു കോപ്പറേറ്റ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ സഹകരിക്കില്ല. ബ്രിട്ടീഷ് റൂള് കൊണ്ടുവന്ന 2 മാസ് മൂവ്മെന്റ്സിൽ, ഒന്ന് ഖിലാഫത്ത് മൂവ്മെന്റ്, പിന്നൊന്ന് ആ സമയത്ത് ഇത് രണ്ടിനെ ഒപ്പോസ് ചെയ്ത മൂവ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഖിലാഫത്ത് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ നോൺ വയലൻസ്. ഒരു വിധത്തിലും ഞങ്ങൾ വയലന്റ് ആയിട്ട് നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞങ്ങളെ അടിച്ചാലും ഞങ്ങള് മുന്നിക്ക് വന്ന് അടി മേടിച്ചോളൂ എന്നല്ലാണ്ട് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഈ മൂവ്മെന്റില് ആ സമയത്താണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്.
ആ ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിൽ ഈ റോലറ്റ് ആക്ട്, ജാലിയൻ വാല ബാഗിൽ നടന്ന ഇൻസിഡന്റ്, മൊണ്ടേസ്ക്യൂ ചേംസ്ഫോർഡ് റീഫോംസ്, ഇതൊക്കെ സ്പ്രെഡ് ആവുകയാണ് നാട് മുഴുവനും. ഇന്ത്യ മാത്രമല്ല, പുറം രാജ്യങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ആവുന്നു. പിന്നെ ഖിലാഫത്തിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ആ സമയത്ത് സുൽത്താൻ, ടർക്കിയിലുള്ള സുൽത്താൻ സ്പിരിച്വൽ ലീഡർ, അങ്ങനെ ഖലീഫ എന്ന് പറയും. ഈ ഖലീഫയുടെ കാലഘട്ടത്തിൽ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയമാണ് ടർക്കിയില്. ആ ഫസ്റ്റ് വേൾഡ് വാർ നടന്നിട്ട് ഖലീഫ് ഫസ്റ്റ് വേൾഡ് വാറിൽ ടർക്കിനെ അവര് ബ്രിട്ടീഷ് പിടിച്ച് അടക്കിയ ശേഷം ആ ഖലീഫേനെ പവറിൽ നിന്ന് മാറ്റി. അതായത് ടർക്കിയിലുള്ള സ്ഥാനം, ഖലീഫ എന്ന് പറഞ്ഞാൽ കിങ് എന്നാണ് അർത്ഥം, അത് മാറ്റി സുൽത്താനൊക്കെ പോയി. അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യൻസ്, മുസ്ലിം ആയിട്ടുള്ളവര്, ഖിലാഫത്ത് എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എതിർഭാഗം. ആ ഈ മൂവ്മെന്റിന് അങ്ങേർക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്, ഞങ്ങളുടെ ഇന്ത്യൻ മുസ്ലിംസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള ആ മൂവ്മെന്റാണ് നമ്മൾ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് കൊണ്ടുവരുന്നത്. ഇനി ഇതില് നമ്മൾ പെട്ടെന്ന് പോകുമ്പോഴത്തേക്കും ഈ കണ്ടിന്യൂ ചെയ്യുന്നു. മുസ്ലിംസ് എല്ലാവരും ഒരുപാട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ഈ എല്ലാ കൺട്രികളും മാറി മാറി വരികയാണ്. ഈ കോൺഫറൻസ് നടത്തി വരുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് നോട്ട് കോപ്പറേറ്റിംഗ്, അസറത്ത് മോണി എന്ന് പറയുന്നത് ബോയ്ക്കോട്ട് ചെയ്യാൻ പറയും. എല്ലാ ബ്രിട്ടീഷ് സാധനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യുക. ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ഉപയോഗിക്കാണ്ടിരിക്കുക. ഖിലാഫത്ത് കമ്മിറ്റി അലഹബാദിലെ 1 തൊട്ട് 3 തീയതി വരെ, ജൂൺ 20 മീറ്റ് ചെയ്ത് ഇത് ഡിസിഷൻ എടുക്കുന്നു. നോൺ കോപ്പറേഷൻ വരുന്നതാണെങ്കിൽ നിങ്ങൾ തന്നിട്ടുള്ള സർ എന്നുള്ള പദവിയാണ് നൈറ്റ്ഹുഡ് ആണ്, ഇതൊക്കെ തിരിച്ച് ഗവൺമെന്റിനോട് കൊടുക്കും. പിന്നെ സിവിൽ സർവീസിലുള്ളവരൊക്കെ ഒപ്പം ജോയിൻ ചെയ്യും. നമ്മളുടെ ഇൻഡിജിനിയസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, ചർക്ക ഉപയോഗിക്കുക, ഖാദി ഉപയോഗിക്കുക, വോളണ്ടിയർ ആയിട്ട് നമ്മൾ ഇതിൽ കയറുക, അങ്ങനെ വരികയാണ്. അതെന്ന് ഇഷ്ടത്തോടെ പണിയെടുക്കുക, വോളണ്ടിയർ ക്രോപ്പായിട്ട്, പട്ടാളക്കാരനായിട്ട് വരിക. അപ്പൊ ലോ കോളേജുകൾ ബോയ്ക്കോട്ട് ചെയ്യും. സ്റ്റുഡൻസും കോടതിയിലുള്ള ലോ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ശരി, വേറെ ഏത് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും ശരി, അവരൊക്കെ കോളേജ്, സ്കൂള്, കോടതി, ഓഫീസ് എല്ലാവരും പണി ഒപ്പം ബ്രിട്ടീഷുകാർക്കൊപ്പം സഹായിക്കാണ്ട് മാറി നിന്നു. അപ്പോൾ ഈ ഓണേഴ്സ് തന്നിട്ടുള്ള ടൈറ്റിൽസും മഹാകവി എന്നല്ലെങ്കിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ടൈറ്റിൽ, ഓണറൊക്കെ തിരിച്ച് നിങ്ങളുടെ പദവി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ള ലെവലിൽ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇതിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത് വളരെ ആദ്യത്തെ കാലഘട്ടം പറയുമ്പോഴത്തേക്കും ജനുവരി തൊട്ട് മാർച്ച് 1921 ഇവിടെ വന്നിട്ടുള്ള എംഫസൈസ്, അല്ലെങ്കിൽ ഇവിടെ പ്രാധാന്യം കൊടുത്തത് സ്കൂള്, കോളേജ്, ലോ കോളേജ്, ചർക്ക ഉപയോഗിക്കുക. എല്ലാവരും സ്വയമേ ചർക്ക ഉപയോഗിച്ച് തുണി ഉണ്ടാക്കി ആ തുണി ഞങ്ങൾ ഉപയോഗിക്കുക, അല്ലാണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുണി ഞങ്ങൾ ഉപയോഗിക്കില്ല, ഫോറിൻ ക്ലോത്ത് നമ്മൾ ഉപയോഗിക്കില്ല. അങ്ങനെ ഒരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ വരില്ല, ഞങ്ങളുടേതായ സ്കൂളുകളിൽ പൊക്കോളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിത്തം വേണ്ട. 1921 രണ്ടാമത്തെ കാലഘട്ടം, അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് രണ്ടാമത്തെ കാലഘട്ടത്തിൽ കാണുന്നത് എന്താ വെച്ചാൽ, 1 കോടി രൂപ ഉണ്ടാക്കണം. 1 കോടി രൂപ ഉണ്ടാക്കി ഈ സ്വരാജ് ഫണ്ട് ഉണ്ടാക്കണം. 1921 ഓരോരുത്തരും കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യിക്കണം. അങ്ങനെ ജോയിൻ ചെയ്യിക്കുക. പിന്നെ 20,000 ചർക്കകൾ, 20,000 ലക്ഷത്തോളം ചർക്ക, 20 ലക്ഷം ചർക്കകൾ ഉണ്ടാക്കിയിട്ട് 30 ജൂൺ 30 ഇതാണ് രണ്ടാമത്തെ പാർട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അജണ്ടയായിട്ട് കൊണ്ടുവന്നത്. അപ്പോ ഇതിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, മൂന്നാമത്തെ കാലഘട്ടത്തിൽ കാണുന്നത്, ഈ ഫോറിൻ ക്ലോത്ത്സ് ഉപയോഗിക്കാണ്ടിരിക്കുക, ഫോറിൻ വിസിറ്റ്, പ്രിൻസ് ഓഫ് വെയിൽസ് വരുന്ന സമയമാണ് 1921. ആ സമയത്ത് ചർക്ക പോപ്പുലറൈസ് ചെയ്ത് ഖാദി ക്ലോത്ത് ഉണ്ടാക്കി, അതിന്റെ ആ ഖാദി ക്ലോത്തിൽ കൂടെ ഖാദി ക്ലോത്ത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഒരു ടേം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ, ജയിൽ ബറോ ബൈ കോൺഗ്രസ് വോളണ്ടിയേഴ്സ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, വോളണ്ടിയേഴ്സ് നിറയെ ആൾക്കാർ ജയിൽ, ബറോ മനെ ഫില്ലപ്പ് എന്നുള്ളതാണ്. ജയിൽ ബറോ മീൻസ് ഫിൽ ദ ജയിൽ വിത്ത് കോൺഗ്രസ് വോളണ്ടിയേഴ്സ്. കോൺഗ്രസിൽ ഉള്ള ആൾക്കാരെ കൊണ്ട് ജയിൽ നിറയ്ക്കുക. അപ്പൊ അത്രത്തോളം ആൾക്കാർ പുറത്ത് ജയിലിൽ കൊണ്ടുപോയിടും.
ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കാണുന്ന വെച്ചാൽ 1921 ഈ വോളണ്ടിയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൺട്രി മുഴുവനും ഒരു വിപ്ലവത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. അങ്ങനെ ആ വിപ്ലവം കൊണ്ടുവന്ന് ഈ ബരോറിയിലും നോൺ ക്യാമ്പയിൻസ് കൊണ്ടുവരുന്നു. ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വരെയാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മൾ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്തിനാ ഡിസൊബേ ചെയ്യുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് പ്രസ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കുള്ള അതിനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെ ഒന്നും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇനി പോപ്പുലർ ആയത് മൂവ്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാലും അതിന്റെ അവസാനവും ഈ മൂവ്മെന്റ് മുഴുവനും ടെക്സ്റ്റൈൽ നാഷണലിസ്റ്റ് എംഫസിസിലെ സ്വദേശിയായിട്ടുള്ള ക്ലോത്ത് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ, ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നാഷണൽ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടാക്കിയെടുത്ത് അതിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എന്ത് പറ്റും? അവരുടെ സാധനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാണ്ട് വരുമ്പോൾ അവർക്ക് എക്കണോമിക്കലി അവർക്ക് നഷ്ടം വരും. അങ്ങനെയാണ് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നു കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ്, ജാമ്യ മലിയ ഇസ്ലാമിയ, ഇവിടെയൊക്കെ പിള്ളേരെ കയറ്റിയിട്ട് ഇന്ത്യൻ കസ്റ്റം ഇന്ത്യൻ വിധത്തിൽ ഭാഷയിൽ കൂടെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്കൂളുകളിൽ നിന്ന്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചു വരാൻ തുടങ്ങി. പിന്നത്തെ കാര്യം, വളരെ കൂടുതലായിട്ട് ആൾക്കാർ, കർഷകരും വർക്കേഴ്സും എല്ലാവരും ഈ മൂവ്മെന്റിലേക്ക് ചേർന്ന് വരികയാണ്. അതാണ് കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവുന്നത്. ചൗരി ചൗറ ഇവന്റിൽ വരുമ്പോ ഇവിടെ കാണുന്നത് കോൺഗ്രസ്സുകാർ വോളണ്ടിയേഴ്സ് ഒരു ഫയർ ഉണ്ടാവുന്നു. ആ ഗോരഖ്പൂരില് ഈ റിട്ടാലിയേഷനിൽ തിരിച്ച് അവർ ദേഷ്യം വരുമ്പോഴത്തേക്കും ആ കോൺഗ്രസ്സുകാരെ വോളണ്ടിയേഴ്സിനെ ഫൈറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വന്നിട്ട് അവര് ആ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെയുള്ള പോലീസുകാരെ ചുറ്റും തീ ഇടുകയാണ്. പോലീസ് സ്റ്റേഷനിലെ തീ ഇടുന്നു. തീ ഇട്ട് കഴിയുമ്പോൾ അകപ്പെട്ട 21 പോലീസുകാർ മരിച്ചു പോകും. ഈ വരുമ്പോഴത്തേക്കും ഗാന്ധിജിക്ക് അത് ഷോക്കായി. കാരണം ഗാന്ധിജിയുടെ പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്. അവിടെ വയലൻസ് ആയി. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ആ സമയത്ത് അവിടെ നിർത്തിവെക്കുന്നു. പിന്നെയും പ്രോസ്പോൺ ചെയ്തിട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബറോളിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ 12-ാം തീയതി ഫെബ്രുവരി 1922 ഒരു വർക്കിംഗ് കമ്മിറ്റി കൂട്ടുകയും അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇവന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ഗാന്ധിജി അതേ ദിവസം മീറ്റിംഗ് നടത്തി 12-ാം തീയതി തന്നെ ഗാന്ധിജി ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് തുടങ്ങാണ്. ഊണ് കഴിക്കാണ്ടുള്ള ഫാസ്റ്റിംഗ് തുടങ്ങുന്നു. അതേമാതിരി അതോടുകൂടി ഈ ഫസ്റ്റ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കുറച്ചു കാലത്തേക്ക് അവിടെ അവസാനിക്കുകയാണ്. ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്ത് 10-ാം തീയതി അകത്ത് കൊണ്ടുപോകുന്നു. 6 കൊല്ലത്തേക്ക് പണിഷ്മെന്റ് ആയിട്ട് ജയിലിൽ തടവിലിടുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഡിസിപ്ലിൻ ഞങ്ങൾ അനുസരിക്കില്ല. അതെങ്ങനെയാ വെച്ചാല് ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞ് നമുക്കൊരു ഇവന്റ് ഉണ്ട്. സോൾട്ടിലോ ഉപ്പിന് ഉപ്പിന്റെ ടാക്സ് മേടിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഉപ്പ് ഞങ്ങൾ മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ദണ്ഡി മാർച്ച് നടത്തി കടൽക്കരയിൽ പോയിട്ട് എടുക്കാണ്. അപ്പൊ അവിടെ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നുള്ള ഒരു ആക്ടാണ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആണ് ഡിസൊബേ ചെയ്യുന്നത്. ഈ ഗ്രാവിറ്റി എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഒരു കോൺഫറൻസ്, റൗണ്ട് ടേബിൾ കോൺഗ്രസിനെ വിളിക്കുകയും അവരോട് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ മൂവ്മെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി ഫെയിലിയർ ആവുന്നു. പിന്നെ ഗാന്ധിജി പല കൺസെഷൻസ് ചോദിക്കുന്നുണ്ട്. ഈ കൺസെഷൻ എന്താ വെച്ചാല് ഓരോ സ്റ്റെർലിങ്ങിന്റെ എമൗണ്ട് ഡോളേഴ്സ് ആയത് കുറയ്ക്കുക, ലാൻഡ് റവന്യൂ പാതിയായിട്ട് കുറയ്ക്കുക, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാക്കുക, സോൾട്ട് ലോ നിയമം, ഉപ്പ് നിയമം നിർത്തുക, മൊണോപ്പൊളി നമുക്കുള്ളതാണ്, കടലിലെ വെള്ളം ഉണങ്ങിയാൽ ഉപ്പായി, പിന്നെ സാലറിയൊക്കെ ഹയസ്റ്റ് ഗ്രേഡിലേക്ക് കൊണ്ടുവരിക, റെഡ്യൂസ് ചെയ്യാൻ പാടില്ല, മിലിറ്ററി എക്സ്പെൻഡിച്ചർ, മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചെലവാക്കുന്ന പണം 50% കുറയ്ക്കുക. ഇങ്ങനത്തെ കുറെ കൺസെഷൻസ് ഡിമാൻഡ് ചെയ്യാണ്. അവസാനം ഗാന്ധിജിയുടെ പ്രപ്പോസൽ ഒന്നും അവര് ആക്ടായിട്ട് എടുക്കുന്നില്ല. ദണ്ഡി മാർച്ച് 12-ാം തീയതി നടത്തുന്നു. ഇത് സ്പ്രെഡായി എല്ലാവർക്കും പോകുന്നു. ഇവരെ 78 ആൾക്കാരെ കൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടികളും ആൾക്കാരും എല്ലാം സർവീസിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഫോറിൻ ക്ലോത്ത്സ് കത്തിച്ചിട്ട് ഗവൺമെന്റിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ധർണയും ഒക്കെ നടത്തി ഈ
മാർച്ചിന്റെ അല്ലെങ്കിൽ ആളിക്കത്താണ് ഇവിടെ നാഷണലിസം. ഗാന്ധി അർബൻ പാക്ടിൽ വരുമ്പോൾ ഈ രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫറൻസ് ആണ്. എന്നിരുന്നാലും അവിടെ മുസ്ലിം ലീഡേഴ്സിനെയും വിളിക്കുന്നുണ്ട്. കാസ്റ്റിന്റെ ബേസിസിൽ അവര് പ്രത്യേകമായിട്ട് ഇലക്ട്രേറ്റ് ചോദിക്കുന്നു. അൺടച്ചബിൾസിന്, അതായത് അൺടച്ചബിൾസിനോട് ചോദിക്കുന്നു. ഇതിവിടെ വരുമ്പോഴത്തേക്ക് ഹരിജൻ വർക്ക് വരും. അപ്പൊ ഗാന്ധിജി ഡിസൈഡ് ചെയ്തു ഇനി ഇങ്ങനെ ഹരിജൻ അല്ലെങ്കിൽ ലോവർ കാസ്റ്റുകാർക്ക് അവരുടെ പുനരുദ്ധാരണം എന്നുള്ള ലെവലിലാണ് ഗാന്ധിജി ഈ വർക്ക് തുടങ്ങുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കമ്മ്യൂണൽ അവാർഡ് കൊടുത്തിട്ട് റാംസായിന്റെ ഈ അവാർഡിൽ ഹിന്ദുസിനും അൺടച്ചബിൾസിനും സെപ്പറേറ്റ് ലെജിസ്ലേച്ചർ വേണം, അല്ലെങ്കിൽ ഹിന്ദുസിനും ദാലിത്തിനും സെപ്പറേറ്റ് വേണമെന്ന് വരുമ്പോഴത്തേക്കും ഗാന്ധിജി ഇതിനെ എതിർക്കുന്നു. ഇതിനുശേഷമാണ് ഹരിജൻസ് എന്നുള്ളതിനും ഗാന്ധിജി ലീഡറായിട്ട് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു അംബേദ്കറിന്റെ. ക്രിപ്സ് പ്രപ്പോഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലിറ്റി, ഇംഗ്ലീഷുകാരുള്ള ദേഷ്യം മാറ്റിയിട്ട് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടുവരിക, ബ്രിട്ടീഷ് ആൾക്കാരെയും ഇന്ത്യക്കാരെയും കൂട്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഇന്ത്യയുടെ പവർ മാറ്റുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡിക്ലറേഷനും എല്ലാ ഇന്ത്യൻ പാർട്ടീസും ഒപ്പോസ് ചെയ്യും. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ് 1942. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ട് പോകൂ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏത് ലെവലായാലും, നാഷണൽ ലെവലായാലും ഇന്റർനാഷണൽ ലെവലായാലും ഗാന്ധിജി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവരുടെ സ്റ്റേ ഇവിടെ, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളണം. അങ്ങനെയാണ് ഈ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഡു ഓർ ഡൈ എന്നുള്ള സ്റ്റേറ്റസ് കൊണ്ടുവരുന്നത്. ഒന്നില്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി മരിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ ലെവലില് കോൺഗ്രസ് ലീഡേഴ്സ്, അത് സെൻട്രൽ ലെവലിലായാലും ശരി സ്റ്റേറ്റ് ലെവലിലായാലും ശരി, എല്ലാരെയും പോലീസുകാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇടുന്നു. അവർക്ക് ക്രൂരമായ മർദ്ദനങ്ങൾ കിട്ടുന്നു, സ്റ്റുഡൻസിനെ പിടിക്കുന്നു. എല്ലാവർക്കും ഇതിന്റെ പരിണാമമായിട്ട് വരികയാണ്. ഇനി ഗവൺമെന്റ് റിപ്രഷൻ തുടങ്ങും. അതായത് അവർ അടിച്ചമർത്തുകയാണ് ആൾക്കാരെ. അടിച്ചമർത്തി കൊണ്ടുവരുമ്പോൾ പോലീസ് സ്റ്റേഷനിലും പോസ്റ്റ് ഓഫീസിലും എവിടെ വന്നാലും അറ്റാക്ക് ചെയ്ത് അവരെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഡിപ്രഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും പോലീസ് ഫയറിങ്ങും 1947 60 നടക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരാണ് മരിച്ചു പോകുന്നത്. ഈ ഡിപ്രഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് അവര് പോലീസുകാർ തന്നെ ഇവിടെ സ്ത്രീകളെ റേപ്പ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നു. ഇതൊക്കെ മാറ്റണം എന്നാണ് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കൊളാപ്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഡിറ്റർമിനേഷൻ, നിങ്ങൾ പോവാണ്ട് ഞങ്ങൾ ഇത് നിർത്താൻ പോണില്ല എന്നുള്ള ആ ഡിറ്റർമിനേഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ഡിറ്റർമിനേഷനിൽ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും 1, 2, 3 എന്നല്ല, എല്ലാ ചെറിയ കുട്ടികളായാലും വലിയവരായാലും പ്രായമുള്ളവരായാലും എല്ലാവരും സത്യാഗ്രഹത്തിലും അഹിംസയിലും കൂടി ഇതിനെ കൊണ്ടുവന്നിട്ട് ഈ ഗവൺമെന്റിനെ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശേഷം വന്ന ക്രൗൺ, ഇന്ത്യ അണ്ടർ ക്രൗൺ എന്നുള്ള ആ സിസ്റ്റം, ആ സമയത്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കുക വെച്ചാൽ എരിമണ്ണിയിൽ നിന്ന് തീയിലേക്ക് വീഴുന്നമാരിയുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതിനെ ഒരു കാരണവശാലും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കാൻ പാടില്ല എന്നുള്ള വിധത്തിൽ മാറ്റിവരികയാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു ബംഗാളിൽ ഡിസ്കഷൻ വരുന്നതും ഈ സമയത്താണ്. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് ജിന്ന മുസ്ലിം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുസ്ലിം സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന ഡിമാൻഡ് ജിന്ന വയ്ക്കുന്നതും. ഇതിന്റെ കാരണം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ബ്രിട്ടീഷുകാര് ബംഗാള് രണ്ടായിട്ട് വിഭജിക്കുന്നു, ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഒരു ഗ്രൂപ്പിനെ ഫേവറിങ് മുസ്ലിംസിനെ ഒരു ഗ്രൂപ്പിനെ ഫേവർ ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ സെപ്പറേറ്റ് സ്റ്റേറ്റ് തരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് തരാന്ന് പറഞ്ഞ് ടോക്കൺ കൊടുത്ത് അല്ലെങ്കിൽ അവരെ പ്രലോഭിച്ചിട്ടാണ് ജിന്ന ഈ ലെവലിലേക്ക് വന്നത്. ഇവിടെയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് ഈ 2 ചെന്നായ്ക്കളെ അടിച്ചിട്ട് അല്ലെങ്കിൽ അടിപ്പിക്കാന്നുള്ള പരിപാടിയായിരുന്നു കോൺഗ്രസ്സുകാർ ചെയ്തതും. അതിൽ വഴിയാണ് നമ്മളുടെ നാട്ടിൽ വിഭജനം ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള വിഭജനം വരികയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947 15th ഓഗസ്റ്റ് ആണ് പാകിസ്ഥാന്റെ ഉത്ഭവം. അല്ലെങ്കിൽ അതിനു മുമ്പ് പാകിസ്ഥാൻ ഇല്ല. അപ്പോൾ ഈ ഗാന്ധിജിയുടെ പോളിസി യൂണിറ്റിയൊക്കെ അവിടെ തവിടുപൊടിയായി പോയി. ഗാന്ധിജി ആ സമയത്ത് അവിടെ നിന്ന് മാറിപ്പോവാണ്. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ നല്ലപോലെ പുസ്തകങ്ങൾ വായിക്കുക. ഈ ലെസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞു തന്നത്. നന്ദി, നമസ്കാരം.